പിന്നെ അർജുൻ മരിച്ചതിന് ശേഷം അർജുൻ്റെ മകനെ കാണാൻ വേണ്ടി, അതുപോലെ തന്നെ അർജുൻ്റെ വീട്ടുകാരെ കാണാൻ വേണ്ടിയിട്ട് കലയിൽ തങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. മകനെ കണ്ട് മകനെ മടിയിൽ വെച്ച് കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു മകനോട്. ആ സമയത്ത് ഏതൊരു ആളും ചെയ്യേണ്ടത് ആ തങ്ങൾ ചെയ്ത് പോക്കറ്റിൽ എടുത്തിട്ട് ആ കൊച്ചിനെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ഇപ്പൊ എവിടെയെങ്കിലൊക്കെ നമ്മളിപ്പോ കേരളത്തിന്റെ പുതിയ സൂപ്പർ സ്റ്റാർ മനാഫ് കാക്ക, അല്ലെങ്കിൽ മലയാളികളുടെ സൂപ്പർ ഹീറോ മനാഫ് കാക്ക, ദ ലോറി ഉടമ മനാഫ് കാക്കയെ പറ്റിയാണ് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ പോകുന്നത്. ഇന്നലെ കുറെ കിംവദന്തികളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. മനാഫ് കാക്കയ്ക്ക് PR ഒക്കെ ഉണ്ടെന്നുള്ള സാധനം. അപ്പൊ മനാഫിക്കയുടെ PR ചെയ്യുന്ന താത്തയൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് ഞാൻ ഫസ്റ്റ് ഒരു കാര്യം പറയാം. ഞാൻ പറയുന്ന എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളോടാണ്. ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ഒരേപോലെ ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം ചില വീഡിയോകളിൽ എൻ്റെ പേഴ്സ്പെക്റ്റീവ് തന്നെയായിരിക്കും നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് വേറൊരാളിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു വിഷയത്തിൽ, അതായിരിക്കും ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ചില കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല ഞാൻ പറയുന്നതിനോട്. കാരണം അത് എൻ്റെ മാത്രം, ലൈക്ക് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ചിന്താഗതികളുണ്ട്, നിങ്ങൾക്കൊരു വിഷയത്തിൽ പറയാനുള്ള ഒരു അവകാശമുണ്ട്. അത് തന്നെയാണ് എനിക്കും ഉള്ളത്. അത് നിങ്ങൾ എല്ലാവരും ആദ്യമേ മനസ്സിലാക്കണം. ഓക്കെ, അത് മനസ്സിലാക്കാൻ ഇച്ചിരി വിവരമുള്ളവർക്ക് അത് മനസ്സിലാവും. അതല്ലാത്തവർ ചില ആളുകൾ എൻ്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് പറയുന്നത് ഞാൻ കണ്ടു. നിന്നെ ഞങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്യാണ്, നീ സത്യം പറയുന്നതെന്ന് വിചാരിച്ചാണ് നിന്റെ അടുക്ക് വന്നത്. എടോ, എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് എല്ലാം സത്യങ്ങളാണ്. എൻ്റെ പെർസ്പെക്റ്റീവിൽ ഞാൻ കറക്റ്റായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. പക്ഷെ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ എല്ലാ കാര്യങ്ങളും, നമുക്ക് എല്ലാവർക്കും ഒരേ ഭക്ഷണം തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരേ ഭക്ഷണം തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അല്ല. അതേപോലെ തന്നെയാണ് ഒരു വിഷയം വരുമ്പോൾ അതിനകത്ത് നമ്മൾ സംസാരിക്കുന്നതും. അത് കാണാൻ വരുന്നവർ ആദ്യമേ ഒന്ന് മനസ്സിലാക്കുക. എൻ്റെ വളരെ വലിയ ഒരു അഭ്യർത്ഥനയാണ് നിങ്ങളോടുള്ളത്. അത് നിങ്ങൾ ആദ്യമേ ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമുക്ക് മനാഫ് കാക്കയുടെ വിഷയത്തിലേക്ക് പോവാം. മനാഫ് കാക്കയുടെ വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്കറിയാമായിരിക്കും, നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സീക്രട്ട് ഏജന്റ് എൻ്റെ സ്വന്തം കണ്ണൻ ചേട്ടൻ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മിനിഞ്ഞാന്ന് ഈ ഒരു നമ്മുടെ അർജുന്റെ വീട്ടിൽ പോയി അവിടുത്തെ ഈ അർജുന്റെ അനിയനോട് സംസാരിച്ചൊരു വീഡിയോ എടുത്ത് പുറത്തേക്ക് ഇടുന്നു. ഇന്നലെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് മീഡിയക്കാരെല്ലാം കൂടെ അർജുന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. സോ ഈ ഒരു വിഷയത്തിന്റെ ഇപ്പൊ നടക്കുന്ന ഈ ഒരു വിഷയത്തിന്റെ സ്റ്റാർട്ടിങ് എനിക്ക് തോന്നുന്നു നമ്മുടെ സ്വന്തം സീക്രട്ട് കണ്ണൻ ചേട്ടന്റെ ആ ഒരു വീഡിയോയിലൂടെയാണ്. അപ്പോ സീക്രട്ട് ഏജന്റ് കഴിഞ്ഞ ദിവസം ആ ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് മനാഫിനെ എതിർത്തുകൊണ്ട്, അതായത് ഫാമിലി പറയുന്നത് കേട്ടിട്ട് മനാഫിനെ എതിർത്തുകൊണ്ടാണ് വീഡിയോ ചെയ്തത്. അതിന്റെ മുമ്പ് സീക്രട്ട് ഏജന്റ്, നിങ്ങളിപ്പോ കുറെ പേര് എന്നെ കുറെ തെറി പറയുന്നത് ഞാൻ കേട്ടു. അതായത് നീ മനാഫിനെ അങ്ങനെ പറഞ്ഞില്ലേ, മനാഫിനെ ഇങ്ങനെ പറഞ്ഞില്ലേ. ഞാൻ മാത്രമല്ല, ഇന്നലെ ഈ സീക്രട്ട് ഏജന്റ് അണ്ണൻ വന്നിട്ട് മനാഫിനെ ലൈക്ക് ഫാമിലിയുടെ കൂടെ നിന്നാണ് സംസാരിക്കുന്നത്. അതിന്റെ മുമ്പ് ഈ അണ്ണൻ മനാഫിന്റെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ ആരും കേട്ടിട്ടില്ലല്ലോ. ഞാൻ ഇവിടെ കാണിച്ചു തരാം, ഒന്ന് കണ്ട്, എന്നിട്ട് വഴിയേ ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം. ഈ ഷിരൂർ ഈ ഒരു അപകടം നടന്ന് ഈ കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഞാനും എൻ്റെ കോണ്ടന്റുകൾ ചെയ്യുന്ന സമയത്ത് നമ്മളൊക്കെ ഒരു ഡൗട്ട് ആദ്യം തോന്നില്ല, ഇത് എന്താണ് മനാഫ് ഇങ്ങനെ, ലൈക്ക് മനാഫ് ഇത്ര കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകുന്നത് ഇതിൻ്റെ പിന്നാലെ എന്നുള്ളൊരു തോന്നൽ എനിക്കും പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ലേറ്റർ ഓൺ മനാഫ് എന്നെ ലൈക്ക് കോൾ ചെയ്ത സമയത്ത് മനാഫുമായിട്ട് ഞാൻ നിയർ ബൈ ഒരു 1 hour സംസാരിച്ചു. അപ്പോഴാണ് എനിക്ക് മനാഫ് എന്താണെന്നും മനാഫ് എന്തുകൊണ്ട് ലൈക്ക് മനാഫിന് എന്താ അറിയോ, മനാഫ് അന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട് എന്നോട്, സായി ബ്രോ ഒരുപാട് നഷ്ടങ്ങളുണ്ട്, പൈസേൻ്റെ നഷ്ടമൊന്നുമില്ല മനാഫ് പറയുന്നത്, മനാഫിൻ്റെ ഫാമിലി, അതായത് അയാൾക്കും കുട്ടിയുണ്ട്, വൈഫുണ്ട്, വീട്ടിലാളുകളുണ്ട്, ബ്രദർ, അവരുടെ ഫാമിലി, അതിൻ്റെ ടൈം, അവർക്ക് കൊടുക്കേണ്ട സമയം, പിന്നെ സ്ട്രെയിൻ, മെൻ്റലി ഫിസിക്കലി വരുന്നൊരു സ്ട്രെയിൻ ഒരു മനുഷ്യൻ, ഇതൊക്കെ മാറ്റി വെച്ച് അർജുൻ്റെ ഫാമിലിയോട് കൊടുത്തൊരു പ്രോമിസ് അയാൾ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തൊരു എഫേർട്ട് അത് ഭയങ്കരമാണ്. അതിനൊപ്പം നിന്ന ആളുകൾ, അതിനൊപ്പം നിന്ന് ഓരോ വ്യക്തികളും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു മനാഫിനെ. സോ ഫൈനലി ഇന്ന് മനാഫിന് ഒരു ഹീറോയിക് ഇമേജാണ് സോഷ്യൽ മീഡിയ മൊത്തം വന്നിട്ടുള്ളത്. ഇപ്പോൾ മനാഫിന് ഒരു ഹീറോയിക് ഇമേജ് തന്നെയാണ്. പക്ഷെ തുടങ്ങിയ സമയത്ത്, അതായത് മനാഫ് അവിടെ ചെന്ന് കുറെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ അങ്ങനെ ഊക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് നമുക്ക് എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നു, സായി ബ്രോയ്ക്കും സംശയം ഉണ്ടായിരുന്നു എന്ന് ആ അണ്ണൻ തന്നെ പറയുന്നത് നിങ്ങൾ കേട്ടോ. അതിനുശേഷം മനാഫ് കാക്ക സായി ബ്രോയെ വിളിച്ച് സംസാരിച്ചു. സീക്രട്ട് അണ്ണനെ വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് സീക്രട്ട് അണ്ണൻ ഓക്കെ, മനാഫ് പാവം എന്നുള്ളൊരു സംഗതി ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. എന്നിട്ട് കഴിഞ്ഞ ദിവസം വന്നിട്ട് അത് മാറ്റി, പിന്നെ ഞാൻ ഇന്നലെയൊക്കെ ആയിട്ട് വീഡിയോ ചെയ്തപ്പോൾ അത് മാറ്റി. അപ്പൊ നിങ്ങൾക്ക് ആർക്കും അതൊരു കുറ്റമല്ലേ? എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ഞാൻ ആദ്യമേ നടക്കുന്ന ഈ ഒരു മനാഫിനെ എല്ലാവരും കൂടി എടുത്ത് കൊടുക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആരെ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യാനൊന്നും വരുന്നില്ല. പക്ഷെ ആ സമയത്ത് മനാഫിനോട് ഇങ്ങനെ അയാൾ അവിടെ ചെയ്യുമ്പോൾ പറയുന്നത് തെറ്റ് എന്നുള്ളൊരു സാധനം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അയാൾ ചെയ്യട്ടെ,
എന്നുള്ളൊരു സാധനം ഞാനും പറഞ്ഞിട്ടുണ്ടേ. അതിനകത്തൊന്നും ഞാൻ മാറത്തൊന്നുമില്ല, പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. ഇന്നലെ വന്നിട്ട് ഞാൻ ഇയാളെ കുറ്റം, ഞാൻ മെയിൻലി ഒരു കാര്യം എടുത്താണ് ഇയാളെ ഒരു വിമർശിച്ചത്. അത് ഈ യൂട്യൂബ് ചാനലിന്റെ കേസാണ്. അതിപ്പോ ഞാൻ പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ പറഞ്ഞുകൊണ്ട് എന്താ സംഭവിച്ചത് ഇവിടെ? 21,000 കിടന്ന അണ്ണനെ കുറെ മണ്ടന്മാരെല്ലാരും കൂടെ ചേർത്ത് 1.5 ലക്ഷം. ആയിക്കോട്ടെ, ഞാൻ മണ്ടന്മാരെന്ന് വിളിക്കുന്നില്ല, സോറി, കുറെ ബുദ്ധിജീവികൾ എല്ലാവരും കൂടെ 1.5 ലക്ഷം എത്തിച്ചു. എന്ത് കണ്ടിട്ടാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല, എന്ത് കണ്ടിട്ടാണെന്ന്. ആയിക്കോട്ടെ, നിങ്ങളുടെ ഇഷ്ടമാണ്, ഞാനും അതിനെ സപ്പോർട്ട് ചെയ്യുന്നു, അങ്ങനെ ഇരിക്കുക. പക്ഷേ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നുണ്ട്, അതെല്ലാം പോട്ടെ. ഞാൻ എൻ്റെ ഒരു കാര്യം, എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് പറയുന്നതിന് മുമ്പ് നമ്മുടെ ഈ അർജുൻ്റെ അനിയൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് നിങ്ങളൊന്ന് കേൾക്കുക. എന്നിട്ട് ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് പറയാം. ഞാൻ വീണ്ടും പറയുന്നു, തുടക്കത്തിൽ തന്നെ മൊത്തത്തിൽ ഞാൻ മനാഫിനെ ആട്ടി അറപ്പിച്ച് അങ്ങോട്ട് വിടുന്നൊന്നുമില്ല, ഓക്കെ. പക്ഷെ ഇപ്പം നടക്കുന്ന ഒരു സംഗതിയുണ്ട് സോഷ്യൽ മീഡിയയിൽ, വർഗീയത, മതം കുത്തിക്കയറ്റിയ ഒരു വൃത്തികെട്ട കളി ഇവിടെ നടക്കുന്നുണ്ട്. വ്യക്തമാക്കി തരാം ഞാൻ, വിത്ത് പ്രൂഫ് ഞാനത് കാണിച്ചു തരാം. വളരെ വൃത്തികെട്ട ഒരു പരിപാടി കേട്ടോ ആ കാണിക്കുന്നത്, മതം വെച്ചിട്ടുള്ള ഒരു കളി. ആ കുടുംബത്തെ നിങ്ങളൊന്ന് ആലോചിക്കുക, എല്ലാവരും കൂടെ വലിച്ച് കീറുക നിങ്ങളെ. എന്തിനാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. എന്തിന്? നീയൊക്കെ മനാഫിനെ എടുത്ത് തല വെച്ചോണ്ട് മറ്റേ മനാഫിന്റെ കഴി കൊടുത്ത് നടക്ക്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്ന് വെച്ചാൽ എന്തിനൊരു കുടുംബത്തെ നീയൊക്കെ വലിച്ചിടുന്നു? നീയൊക്കെ മനാഫിനെയാണോ മറ്റേ, ഞാൻ പറഞ്ഞ കൂടിപ്പോകും. അർജുൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ശരീരം ഇവിടെ കിട്ടണമെന്ന് പറഞ്ഞാണ് എല്ലാ മലയാളികളും അർജുനെ ആദ്യമേ സ്നേഹിച്ചത്. അതിനുശേഷമാണ് മനാഫിലേക്ക് ചെല്ലുന്നത്. ഈ അർജുനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അർജുന്റെ മകനെയെങ്കിലും നിനക്കൊക്കെ സ്നേഹിക്കാൻ പറ്റത്തില്ല. അതിനെ വരെ വലിച്ചിട്ട് കീറിക്കൊണ്ടിരിക്കുക, അതിനെ വരെ വലിച്ച് കീറി ഒരുമാതിരി വൃത്തികെട്ട സംസാരിക്കുന്ന ഒരു ഇത്താനെ ഞാൻ കണ്ടു. ഞാൻ കാണിച്ചു തരാം അതൊക്കെ. അതിനു മുമ്പ് ആദ്യമേ അർജുന്റെ അനിയൻ പറയുന്നത്, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദേഷ്യം തോന്നിപ്പോയി ചില ആളുകളോട്. കാരണം ഇങ്ങനത്തെ വൃത്തികേടുകൾ കാണിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് കുഞ്ഞിനെ പോലും വെറുതെ വിടുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അർജുൻ്റെ അനിയൻ പറയുന്നു, കേക്ക്. ഈ ഒരു 3ാം ഘട്ടത്തിന് ശേഷം ഈ ഒരു ഏട്ടനെ കിട്ടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഏട്ടൻ്റെ സാലറീനെ കുറിച്ചിട്ടൊരു വീഡിയോ വന്നിരുന്നു. ഏട്ടന് 75,000 ശമ്പളമോ, അനിയന്മാരെ പഠിത്തോ അനിയത്തിമാരെ പഠിത്തോ എങ്ങനെ സ്പ്രെഡ് ആവുന്നുണ്ട്. അത് എന്നിട്ട് എനിക്ക് മനാഫ് പറയുന്ന വീഡിയോ, അത് ഒരു പക്ഷേ സാലറി എന്തെങ്കിലും ആവട്ടെ, മനൊക്കെ കൊടുക്കുക സാലറി. പക്ഷേ അതിന് ഞങ്ങൾക്ക് വരുന്നൊരു മാനസിക പ്രശ്നമുണ്ട്. അറിയാത്ത നമ്പർ നിൻ്റെ സ്പ്രെഡായിപ്പോൾ എൻ്റെ നമ്പർ. എൻ്റെ ഫ്രണ്ട്സ് വരെ എന്നെ വിളിച്ച് ചോദിക്കുക, ഏട്ടനെ ഊറ്റിയിട്ട് ഇത്രയും കാലം ജീവിച്ചില്ലേന്ന്. അതായത് ഏട്ടൻ്റെ ഒരു സമാധാന ജീവിതങ്ങൾ അനിയത്തിമാരോ എനിക്ക് ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ സഹിക്കാൻ പറ്റാത്തൊരു കാര്യം അത്. ഏട്ടനെ ഞങ്ങൾ അത്രയ്ക്കും എൻ്റെ നാട്ടിലുള്ള ആരോട് ചോദിച്ചാലും മനസ്സിലാവും ഞങ്ങൾ ജീവിച്ചു വന്ന സന്ദർഭം. അച്ഛനും അമ്മയ്ക്ക് ടൈലറിങ്ങിന്, അച്ഛന് കൂലിപ്പണിയും. ആ ഒരു സന്ദർഭത്തിൽ നിന്ന് ഇത്ര ആക്കിയത് ഞങ്ങൾ 4 മക്കളെയും കഷ്ടപ്പെട്ട് പോയിട്ട് തന്നെ അച്ഛന് അതിൻ്റെ ഇടയ്ക്ക് ഒരു അപകടം പറ്റി. കിണറ്റിൽ, സ്വന്തം വീട്ടിലെ കിണറ്റ് നന്നാക്കി കയറുമ്പോഴേനും അച്ഛൻ കിണറ്റിൽ വീണു. അതിനുശേഷം ഏട്ടനാണ് +2 പഠിത്തം നിർത്തിയിട്ട് എൻ്റെ ചേച്ചിമാരിൻ്റെ പഠിത്തമൊക്കെ നിർത്തിയത്. ഈ ഒരു +2 കാലഘട്ടത്തിന് ശേഷം ഏട്ടൻ്റെ, അതായത് ഞാനൊക്കെ കൊച്ചു കുഞ്ഞ്, ഒരു 4ാം ക്ലാസ്സിലാണ് ഞാനും ഏട്ടനും തമ്മിൽ നല്ല ഏജ് ഡിഫറൻസ്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും മനാഫ് വന്നിട്ട് ചാനലിൽ സംസാരിക്കുന്നത്. അതായത് അർജുൻ 75,000 രൂപ കൊടുക്കാറുണ്ട്, അർജുന്റെ വീട്ടിൽ അങ്ങനെയുള്ള കഷ്ടതകളാണ്, ഈ കിട്ടുന്നതുകൊണ്ടൊന്നും ആവുന്നില്ല, അനിയനെ പഠിപ്പിക്കണം, അനിയത്തിയെ പഠിപ്പിക്കണം, ഇങ്ങനെയുള്ള കഥകൾ ഈ മനാഫ് പറയുന്നത് കേട്ടു. അവൻ 75,000 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുന്നെന്ന് പറഞ്ഞോട്ടെ, കുഴപ്പമൊന്നുമില്ല, അത് മനാഫിന്റെ ഇഷ്ടം, ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ അർജുന്റെ വീട്ടിലെ കാര്യങ്ങൾ ഒരു ചാനലിനോട് പറയാൻ മനാഫ് ആരാണ്? അതാണ് എൻ്റെ ചോദ്യം. എന്തിനാണ് അതൊക്കെ വിളിച്ച് പറയുന്നത്? അതിൻ്റെ ഒരു ആവശ്യമില്ല. ചിലപ്പം നമ്മൾ വേറൊരു സൈഡും കൂടെ ഉണ്ടായതിന്, ചിലപ്പം മനാഫിന് അർജുൻ്റെ ഒരു അവസ്ഥ കണ്ടിട്ട്, അർജുൻ്റെ വീട്ടിലെ ഈ ഒരു അവസ്ഥ പുള്ളിക്ക് അറിയാവുന്നതുകൊണ്ട് ചിലപ്പോൾ പുള്ളിയുടെ നല്ല മനസ്സുകൊണ്ടും പുള്ളി ചിലപ്പോൾ അങ്ങനെ പറഞ്ഞതായിരിക്കാം. പക്ഷെ ആ പറഞ്ഞത് ഈ കുടുംബത്തെയാണ് ബാധിച്ചിരിക്കുന്നത്. അർജുൻ്റെ അനിയൻ പറയുന്നത് കേട്ടോ, അവരെ വിളിച്ചിട്ട് അർജുൻ്റെ കൂട്ടുകാർ തന്നെ ചോദിക്കാൻ തുടങ്ങി, നീയൊക്കെ അവനെ ഊറ്റിയല്ലാടാ ജീവിച്ചതെന്ന്. ഇങ്ങനെ ചോദിക്കുന്ന കുറെ നാറികളുള്ള നാടാണ് നമ്മുടെ. അത് അറ്റ്ലീസ്റ്റ് മനാഫ് മനസ്സിലാക്കണമായിരുന്നു. മനാഫ് ചിലപ്പോൾ അതൊന്നും ചിന്തിച്ച് കാണത്തില്ല, ചിലപ്പോൾ അതിൻ്റെ ഒരു പുറത്ത് മനാഫ് പറഞ്ഞു. പക്ഷെ ഇങ്ങനെ ഒരു സംഗതി നടക്കുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞ ഉടനെ ഈ അർജുന്റെ ഫാമിലിയിൽ നിന്നൊക്കെ ഈ അനിയനൊക്കെ ആണെങ്കിൽ മനാഫിനെ വിളിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്, അയാൾ എടുത്തിട്ടില്ല ഫോൺ. ഇതൊക്കെ ഇയാളോട് പറഞ്ഞിട്ടുണ്ട്. ഇയാൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾ അത് വന്ന് ഇയാളുടെ ചാനൽ തന്നെ ഉണ്ടാക്കിയല്ലോ. ഇയാൾ അതിനകത്ത് വന്നിട്ട് പറയണമായിരുന്നു, എനിക്കൊരു അബദ്ധം പറ്റി, അങ്ങനെയൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇതുവരായിട്ടും അയാൾ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പോലും അയാൾ ആ ഒരു സാധനം ഒന്നും മിണ്ടിയിട്ടില്ല, വാതൊറന്ന് പറഞ്ഞിട്ടില്ല. ആ ഫാമിലിയെ സൈബർ ബുള്ളിങ്ങിന് സത്യം പറഞ്ഞാൽ ഇട്ടുകൊടുക്കുകയാണ് ഈ മനാഫ് എന്ന് പറഞ്ഞ വ്യക്തി ചെയ്തത്. അതെന്താ ഇവിടെ ആരും കാണാത്തത്? എന്തുകൊണ്ട് അത് മാത്രം അറിയുമ്പോഴത്തേക്ക് എല്ലാവരും കണ്ണും പൊത്തി അങ്ങ് പോകുന്നത്? ഞാൻ കുറച്ച് കമന്റും ഒക്കെ കാണിച്ചു തരാം. ആ കുടുംബത്തെ പറയുന്നതിന് ഒരു കയ്യും കണക്കും ഇല്ലല്ലോടാ നാറികളെ നിനക്കൊക്കെ. ഈ പറയുന്നവന്മാരോടാ, അല്ലാത്തവരോടല്ല. ഇച്ചിരി ബോധം വിവരമുള്ളവർ ആ പരിപാടിക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കുടുംബത്തെ പറയാനായിട്ട്. ആ കുഞ്ഞിനെ വരെ ഈ ബാക്കി വീഡിയോ കാണുക, എന്നിട്ട് ഞാൻ ആ കുഞ്ഞിന്റെ കാര്യത്തിലേക്കൊക്കെ വരാം. നമ്മുടെ മനാഫിക്കയുടെ PR-നെ പറ്റി സംസാരിക്കാം. ഇത് കാണും ബാക്കി കൂടെ.
വീഡിയോയ്ക്ക് ശേഷം നമ്മളെ കുടുംബം അനുഭവിച്ച സംഭവമാണ്. റോഷൻ്റെ ഏട്ടന് എത്ര സാലറി ഉണ്ട് ഞങ്ങളോട് പറയലുമില്ല, കാരണം അതൊക്കെ ഓരോരുത്തരുടെ പ്രൈവസിയാണ്. പക്ഷെ ഞങ്ങളെ കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ഇവർ പറയുന്നത് എന്താ വെച്ചാൽ, ഇവരെ കൂടെ എൻ്റെ ഏട്ടൻ വർക്കിന് കയറാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ വർഷം മെയ്യിലാണ്. ഒരു വർഷമായിട്ടുള്ളൂ. ഒരു വർഷം 2 മാസം. ഒരു വർഷം 2 മാസം. ഇന്ത്യ കോളേജ് പഠനം തീരുന്നത്. കേട്ടല്ലോ നിങ്ങൾ. മനാഫിന്റെ അനിയൻ പറയുന്നത് കഴിഞ്ഞ 1.5 വർഷമായിട്ടുള്ളൂ മനാഫിന്റെ അർജുന്റെ അനിയൻ പറയുന്നത്, മനാഫിന്റെ കൂടെ കൂടിയിട്ട്. നേരത്തെ എനിക്ക് തോന്നുന്നു മനാഫ് എവിടെയോ പറയുന്നതുകൊണ്ട് 4 വർഷം കണ്ടായെന്നും കണ്ടല്ലേ പറഞ്ഞത്. എനിക്കത് കറക്റ്റായിട്ട് അറിയില്ല, ഞാൻ ഇയർ പറയുന്നില്ല. പക്ഷെ അതും വിടുക, 1.5 വർഷമായിട്ടുള്ളൂ മനാഫിന്റെ കൂടെ കൂടിയിട്ട്. ഈ 1.5 വർഷം കൊണ്ട് അറിയാവുന്ന ഒരു വ്യക്തിയോട് ഇത്രയും ഞാൻ ഇന്നലെ കാണുന്നുണ്ടായിരുന്നു അർജുന്റെ മനാഫിന്റെ അടുത്ത വണ്ടിക്ക് അർജുന പേരൊക്കെ ഇടാൻ പോകുന്നതെന്ന്. കുറച്ച് ഓവറായിട്ട് നിങ്ങൾക്ക് ആർക്കും തോന്നുന്നില്ല ഇതൊക്കെ കേട്ടിട്ട്? നിങ്ങൾക്ക് ആർക്കും തോന്നുന്നില്ല ഇത് കുറച്ച് ഓവറായിട്ട്? 1.5 വർഷമായിട്ടേ ആ വ്യക്തി അറിയുള്ളൂ, എന്നിട്ടാണ് പറയുന്നത് എന്താണ് അവന്റെ പേരിടാൻ പോകുന്നു. എൻ്റെ ന്യായീകരമായിട്ടുള്ള എൻ്റെ ഒരു സംശയമാണ്. ഞാൻ അന്വേഷിച്ചത് വെച്ച് ആ വണ്ടി തിരിച്ച് കിട്ടിയെങ്കിൽ മാത്രമേ ഇൻഷുറൻസ് തുക ഈ ഒരു നമ്മുടെ മനാഫിന് കിട്ടുകയുള്ളൂ. അങ്ങനെ ഒരു കേസും കൂടെ ഉണ്ട്. ഞാൻ അന്വേഷിച്ചപ്പോൾ അങ്ങനെ അറിഞ്ഞത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്ന് അറിയാമെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. എനിക്ക് അത്രയും 100% ഉറപ്പുള്ളതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാനതിനെ ഒരുപാട് അങ്ങോട്ട് പ്രഷർ ചെയ്ത് പറയുന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു സാധനം ഞാൻ അറിഞ്ഞു. അതുകൊണ്ടാണ് ഈ ഒരു വണ്ടി കിട്ടിയെങ്കിൽ മാത്രമേ ഇയാൾക്ക് പൈസ കിട്ടുകയുള്ളൂ. ഒരു പണ്ട് തൊട്ടേ നേരത്തെ ഈ ഒരു വിഷയം നടക്കുമ്പോൾ തൊട്ട് ഇയാൾ അവിടെ കിടന്ന് കാണിക്കുന്ന കാട്ടി കൂട്ടുന്നതിനകത്ത് ഇങ്ങനെ ഒരു സംസാരം കൂടെ ഞാൻ കേട്ടിട്ടുമുണ്ട്. ഞാൻ പക്ഷെ അത് ആ സമയത്ത് പറയാൻ പോയിട്ടില്ല. ഇൻഷുറൻസ് തുക കിട്ടണമെങ്കിൽ ഈ ഒരു വണ്ടി കൂടെ കിട്ടണം, അതുകൊണ്ട് മാത്രമാണ് ഇയാൾ അവിടെ കിടന്ന് കാണിക്കുന്നത് എന്നുള്ള സാധനം ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് അതിനൊരു സംശയം തോന്നുന്നുണ്ട്. ഇയാളുടെ ഈ കാട്ടായോ, അതുപോലെ തന്നെ അർജുന്റെ ഫാമിലി ഇന്നലെ പത്രസമ്മേളനത്തിൽ പറയുന്നത് കേട്ടു, ഈ മനാഫ് എന്ന് പറയുന്ന വ്യക്തി അവിടെ ഈ യൂട്യൂബ് ചാനലിന്റെ വ്യൂസിനെ പറ്റി സംസാരിച്ചതായിട്ട് അർജുന്റെ അനിയനും അളിയനും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അതിവിടെ ആരും മൈൻഡ് ചെയ്യുന്നില്ല, അതിനെപ്പറ്റി ഒരു മനുഷ്യൻ സംസാരിക്കുന്നില്ല. അതുപോലെ തന്നെ അവിടെ നിന്ന് ഈ ഡ്രഡ്ജിങ് മെഷീൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവിടെ സംസാരമായപ്പോഴത്തേക്ക് ഇയാൾ മടിപ്പിച്ചിട്ടുണ്ട് എന്ന് വരെ ഇവരുടെ ഫാമിലി പറയുന്നു. അതൊന്നും ഇവിടെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. മനാഫ് അവിടെ കിടന്ന് ഇത്രയും കാണിച്ച മനാഫ്, പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്തൊരു കമ്മ്യൂണൽ ഒരു പരിപാടി നടത്തുന്നുണ്ട്. അതില്ലാന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഞാൻ നല്ല വ്യക്തമായിട്ട് അത് മനസ്സിലാക്കി. മതത്തിന്റെ നല്ലൊരു കളി ഇവിടെ നടക്കുന്നുണ്ട്. ഇതിന്റെ കമന്റ് ബോക്സ് നിങ്ങൾ ആരെങ്കിലും ഒന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനീ പരിപാടി കാണിക്കുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ബാക്കി മതങ്ങൾ, ഞാൻ ഒരു മതത്തിന്റെ പേര് ഇവിടെ പറയുന്നില്ല, ബാക്കി നമ്മൾ മതങ്ങളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ മണ്ടന്മാരെ. ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒറ്റ മതമേ ഉള്ളൂ ഇവിടെ. എന്തെങ്കിലും ഒരുത്തനവിടെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ പറയുന്നത് മോശമെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ പറയുക. കാരണം അത് നേരിട്ട് കണ്ടോണ്ടിരിക്കുക. ഇപ്പം ഒരു കുടുംബത്തെ വലിച്ചിട്ട് കീറിക്കൊണ്ടിരിക്കുന്നത്, എന്നിട്ട് നമ്മളൊന്നും ഒരു തേങ്ങ നമ്മൾ ചോദിക്കുന്നില്ലല്ലോ. നമ്മൾ ഇതിൻ്റെയൊക്കെ താങ്ങാൻ പോവുക എന്ത് കാര്യത്തിന്? സീരിയസ്ലി എനിക്ക് ഈ ഒരു ഫ്രസ്ട്രേഷൻ വരാനുള്ള ഒരു കാര്യം ഞാനത് കേൾപ്പിച്ചു തരാം. നിങ്ങൾക്ക് അത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് എന്തുകൊണ്ട് എനിക്ക് ദേഷ്യം വരുന്നു എന്നുള്ളൊരു കാര്യം. ഈ അർജുൻ്റെ അനിയൻ പറയുന്ന കുറച്ചും കൂടി അത് കണ്ടു നോക്കുക. 72 ദിവസത്തിൽ ഈ 3 ഘട്ടത്തിൽ ആദ്യം മുതൽ അവസാനം വരെ നിന്ന ആളാണ് ഞാനും എൻ്റെ അളിയനും. പക്ഷേ ഇതുവരെ എന്നെ ആരും മീഡിയയിലും കണ്ടിട്ടുണ്ടാലും ഒന്നും ഉണ്ടാവില്ല. കാരണം എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള എന്താ വെച്ചാൽ എൻ്റെ ഏട്ടനെ കിട്ടണം, എൻ്റെ അളിയനും. അതിനുവേണ്ടി എല്ലാവരും കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ മനാഫ്ക്കാണെങ്കിലും എല്ലാവരും ഞങ്ങൾ അത്രയും കുടുംബത്തോട് സ്നേഹം ഞങ്ങളെ ഏട്ടന് കിട്ടാൻ വേണ്ടിയിട്ട് മനാഫ്ക്ക, ഈശ്വർ മാൽപ്പെ, ആരാണ് രഞ്ജിത്ത് ഇസ്രായേലാണെങ്കിലും ആരാണെങ്കിലും അത്രയ്ക്കും സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിപ്പം ജനങ്ങൾ ഞങ്ങൾക്കെതിരെ തിരിയാണ്. ഞങ്ങൾ അർജുനെ പറ്റിച്ച്, അതായത് മനാഫിക്ക, ഈശ്വർ മാൽപ്പെ ഇവരെല്ലാരും പണിയെടുത്തിട്ടുണ്ടെന്ന് തന്നെ അർജുൻ്റെ അനിയൻ പറയുന്നുണ്ട്. പക്ഷെ ഇവരെ മാത്രമേ കണ്ടിട്ടുള്ളൂ ചാനൽ വഴി. അർജുൻ്റെ അനിയനും അളിയനും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അവരോടൊന്നും അവരോട് ചോദിക്കാൻ ചെന്നാലും അവർ സംസാരിക്കാൻ നിൽക്കത്തില്ല. കാരണം അവരവിടെ ചെന്നത് ഈ അർജുനെ കിട്ടാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ മാധ്യമങ്ങളോട് കഥയെല്ലാം പറയാൻ വേണ്ടിയിട്ടല്ല. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ കുറെ പേര് പറയുന്നുണ്ട് കുടുംബം ഇവരെ തള്ളി പറഞ്ഞു. ഇതാ പറയുന്നുണ്ട്, അനിയൻ പറയുന്നുണ്ട് അവരൊക്കെ ചെയ്തിട്ടുണ്ട്, അവർ പണിയെടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷെ അതിന് ശേഷം മനാഫ് ആണെങ്കിലും പത്രങ്ങളോട് നിന്ന് സംസാരിക്കുമ്പോൾ ഇവരുടെ കുടുംബത്തിലെ കാര്യം എന്തിനു വിളിച്ചു പറയുന്നു. ഒരു ബൈക്കിന്റെ ഇഷ്യൂ ഒക്കെ ഉണ്ട്, മനാഫ് നിന്ന് തപ്പുന്ന കണ്ടുന്നില്ല ആ ഒരു കേസിൽ. അർജുൻ്റെ അനിയൻ പറയുന്നുണ്ട് ആ ബൈക്കിന്റെ അർജുൻ തന്നെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. ആ പൈസയൊക്കെ, വണ്ടിയുടെ പൈസയൊക്കെ അർജുൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വർക്ക്ഷോപ്പിലിരുന്ന് വണ്ടി നനയുന്ന കണ്ടപ്പോൾ ഈ അനിയനോ അർജുനോ കണ്ടാണ് പറഞ്ഞത് മനാഫിന്റെ വീട്ടിലേക്ക് വെച്ചേക്കാൻ. മനാഫ് പക്ഷെ അതിനൊക്കെ ട്വിസ്റ്റ് ചെയ്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതെന്തോ ആയിക്കോട്ടെ, മനാഫിന്റെ ഇഷ്ടം, ഞാൻ അതൊന്നും പറയുന്നില്ല. പക്ഷെ ഫാമിലിയെ എന്തിന് നീ വലിച്ച് ഇതിനകത്തേക്ക് ഇടുന്നു? എന്തിന് നീ അവരെ സൈബർ ബുള്ളിന് ഇട്ട് കൊടുക്കുന്നു? എന്തിന് നീ അവരുടെ കുടുംബത്തിലെ കാര്യങ്ങൾ, അവരത്ര കഷ്ടതയിലാണ്, പഠിപ്പിക്കുന്നത് അർജുനാണ്, ഇതൊക്കെ എന്തിനാ പറയുന്നത്? ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഇതൊക്കെ എന്തിനാ നാട്ടുകാരെ അറിയിച്ചെടുത്ത്? എനിക്ക് കഴിഞ്ഞു, അർജുന്റെ കേസ് കഴിഞ്ഞു അവിടെ. പിന്നെയും ഫോട്ടോ. ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് കമന്റ്സ് കാണിച്ചു തരാം. അതിന് മുമ്പ്
പ്രോപ്പറായിട്ട് ഞാൻ ഇന്നലെ ഒരു സാധനം കണ്ടു. പ്രോപ്പറായിട്ട് കാണാന്ന് പറഞ്ഞാൽ ആ വീഡിയോ ഞാൻ മൊത്തത്തിൽ കണ്ടു, പക്ഷെ മൊത്തത്തിൽ എനിക്കിവിടെ കാണിച്ചു തരാൻ പറ്റില്ലല്ലോ. കുറച്ച് ഭാഗങ്ങൾ ഞാനിവിടെ കാണിച്ചു തരാം. ഇവർ സത്യം പറഞ്ഞാൽ എന്തിനാണ് ഈ പരിപാടി ചെയ്യുന്നതെന്ന് വരെ ഞാനൊന്ന് ആലോചിച്ചു. ഒരുപാട് പേരുണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന. ഇവരുടെ കമന്റ് ബോക്സ് ഞാൻ നോക്കിയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, മതം അതിവിടെ ഭയങ്കരമായിട്ട് കളിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട്. ഞാനായിട്ട് ഇത് മിണ്ടായിരിക്കേണ്ട കാര്യമില്ല, കാരണം ഒരു സൈഡിൽ ഇത് നടക്കുന്നുണ്ട്. അതിനെ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞപ്പോൾ കുറെ പേര് പറയും നീ ഇവിടെ മതം കൊണ്ടുവന്നില്ലെന്ന്. ഞാൻ കൊണ്ടുവരും, കാരണം അത് ഇവിടെ നടക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാനത് പറയും. ഇച്ചിരി ഉള്ളവർക്ക് മനസ്സിലാവും, അല്ലാത്തവർ മനസ്സിലാക്കണ്ട. നല്ല സങ്കടത്തിൽ തന്നെ ഞാനത് പറയുന്നത്. സങ്കടമുണ്ട്, അതുപോലെ തന്നെ ദേഷ്യം തോന്നുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കി. ഞാൻ ഈ വ്യക്തിയുടെ ഫോട്ടോ, ഇയാളുടെ മുഖം ഒന്നും ഞാനിവിടെ കാണിക്കുന്നില്ല, മുഖം കാണിക്കുന്നില്ല, ഞാൻ ബ്ലർ ചെയ്യുക. ഇല്ലെങ്കിൽ ഇനി ചിലപ്പോൾ നാളെ ഒരു പണി വരും, ഇവരുടെ മോന്ത കാണിച്ച് നീ അവരെ അധിക്ഷേപിച്ചില്ല എന്ന് പറഞ്ഞ് ഞാൻ മുഖം കാണിക്കുന്നില്ല. പക്ഷെ ഇവർ പറയുന്നത് നിങ്ങളൊന്ന് കേട്ട് നോക്ക്. മിനിമം ചോറ് തിന്നുന്നവരാണെങ്കിൽ, നമ്മളൊക്കെ ചോറ് തിന്നുന്നവരാണെങ്കിൽ ചിന്തിച്ചാൽ മതി ഈ മനാഫ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി എത്രത്തോളം ആ ഒരു വ്യക്തിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ഡ്രൈവറാണ് അല്ലെങ്കിൽ ഞാൻ ഒരു മുതലാളിയാണ്, ആ ഒരു ഇതിൽ പോയാൽ മതി. സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ അത്രയും ദിവസം അവിടെ നിന്ന് ആ മനാഫിൻ്റെ ഹൈയുള്ള അസ്സലാമലൈക്കും. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യേണ്ടെന്ന് വിചാരിച്ചാണ്. നമ്മളൊക്കെ പറയാറില്ലേ അവർക്കൊന്നും ഒരു 10 പൈസയുടെ ഉപകാരം ചെയ്യരുതെന്ന് പറയാറില്ലേ? സത്യമാണ്. മരിച്ച അർജുൻ്റെ വീട്ടുകാർക്ക് നന്ദി എന്ന് പറയുന്ന ഒരു സംഭവം തൊട്ട് തെറിപ്പിച്ചിട്ടില്ല. അത് അർജുൻ്റെ ഭാര്യ ആയിക്കോട്ടെ, അതേപോലെ തന്നെ പറയുന്നതിൽ ഒരു കുഴപ്പമില്ല. അർജുൻ്റെ ഭാര്യ ആയിക്കോട്ടെ, പെങ്ങളായിക്കോട്ടെ, പെങ്ങളെ ഭർത്താവായിക്കോട്ടെ, ആ മൊത്തം ഫാമിലി നന്ദി എന്ന് പറയുന്ന ഒരു സംഭവം വന്നിരുന്ന് അങ്ങ് അപരാധിക്കും. ആ കുടുംബത്തെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള കുറെ ഇത്താത്തമാരാണ് ഇട്ട് കൊടുക്കുന്നത്. ഇവരെന്ത് വൃത്തികേടാണ് സത്യം പറഞ്ഞാൽ കാണിക്കുന്നത്. ഇവർ വന്നിരുന്നിട്ട് ആ കുടുംബത്തെ കുറ്റം പറയുന്നുണ്ട്. ആ കുടുംബം അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, എന്നിട്ട് അതും പറഞ്ഞ് ഇവരെ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുക്കുകയാണ് ആ കുടുംബത്തെ. ഒന്ന് ആലോചിച്ച് നോക്കി. അതുപോലെ തന്നെ മനാഫിനെ പൊക്കിയെടുത്ത്, മനാഫ് എന്താണ്ടോ തേങ്ങ മാങ്ങയൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് മനാഫ് ചെയ്തു കൊടുത്തത് മാസം സാലറി കൊടുക്കുന്നുണ്ടായിരുന്നു. 75,000 ഉണ്ടെന്നൊന്നും നമുക്കറിയില്ല, അത് കൊടുക്കുന്നെന്ന് അയാൾ പറയുന്നു. പണിയെടുത്തതിൻ്റെ അല്ലേ കൊടുക്കുന്നത്. പിന്നെ അവിടെ പോയി കിടന്ന് പണിയെടുത്ത് എന്താ ഈ ശിരൂരിൽ പോയി അയാൾ കിടന്ന് പണിയെടുത്തു ഈ അർജുനെ കിട്ടാൻ വേണ്ടിയിട്ട്. എന്തുകൊണ്ടാണ് അയാൾ പണിയെടുത്തത്? ഈ 1.5 വർഷം മുമ്പ് കണ്ട 1.5 വർഷം ആയിട്ട് ഇയാളുടെ ജോലി ചെയ്യുന്ന ഈ ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമാണോ ജോലി എടുത്തത്, പണിയെടുത്തത് അവിടെ കിടന്ന്? അയാളെ കിട്ടണമെന്ന് പറഞ്ഞ്, ലോറി കിട്ടണമെന്ന് പറഞ്ഞ് ഇയാൾ ഒച്ച ഉണ്ടാക്കിയത് അതുകൊണ്ട് മാത്രമാണോ? അങ്ങനെ നിനക്ക് തോന്നുന്നുണ്ട്? നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നുണ്ട്? എടോ, അയാൾക്ക് ഈ ലോറിയും കൂടെ കിട്ടിയാലേ അയാളുടെ കാശ് കിട്ടത്തുള്ളൂ. അങ്ങനെ ഒരു കേസും കൂടെ ഉണ്ട്. വെറുതെ നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കുക. മനുഷ്യത്വം എന്ന് പറഞ്ഞ സാധനമൊക്കെ നമുക്കുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, അയാൾക്കും കാണും. പക്ഷെ ഒരു 19 ലക്ഷം രൂപയുടെ ഒരു വണ്ടി വെള്ളത്തിനടിയിൽ കിടക്കുക, അയാളുടെ അത്രയും പൈസ വെള്ളത്തിനടിയിൽ കിടക്കുക. ഈ സാധനം കിട്ടിയെങ്കിലേ പൈസ കിട്ടുകയുള്ളൂ, ഇൻഷുറൻസ്. ഞാൻ വീണ്ടും പറയുന്നത്, ഞാൻ അറിഞ്ഞത് വെച്ച് അങ്ങനെയാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ പറയുക. ഈ ഒരു സാധനം അതും കൂടെ ഉണ്ട് ഇതിനകത്ത്. അതെന്താ ആരും മനസ്സിലാക്കാത്തത്? ഇയാളുടെ മഹത്വം മാത്രം പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത്. ഇയാൾ മഹത്വ വ്യക്തിയായിരിക്കും, സമ്മതിച്ചു, ഇല്ലാന്ന് പറയുന്നില്ല. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു വ്യക്തി ഒരിക്കലും വന്നിട്ട് നിന്ന് മാധ്യമങ്ങളുടെ ഫ്രണ്ടിൽ നിന്ന് കഥ പറയാൻ നിൽക്കത്തില്ല. മനസ്സിലായില്ലേ? പ്രത്യേകിച്ച് എൻ്റെ അടുത്ത വണ്ടിക്ക് അർജുൻ്റെ പേരിടും, അവരുടെ കുടുംബത്തിന് ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ. ഇതൊക്കെ പറയേണ്ട കാര്യം എന്താ? അർജുനെ കിട്ടി, അർജുന്റെ കാര്യം പറഞ്ഞാൽ മതി, അവിടുത്തെ കാര്യം പറഞ്ഞാൽ മതി. അർജുന്റെ കുടുംബത്തെ കാര്യം ഇയാൾക്ക് പറയേണ്ട കാര്യമില്ല. ഉണ്ടോ? നിങ്ങളെ ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ടിരുന്ന ഈ ചിത്തയുടെ വീട്ടിലെ കാര്യങ്ങൾ ബാക്കിയുള്ളവരുത്തം വന്നിട്ട് പുറത്ത് മാധ്യമങ്ങളുടെ ഫ്രണ്ടിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ? നമുക്ക് ആർക്കും ഇഷ്ടപ്പെടത്തില്ല. ബാക്കി അർജുന് വീണ്ടും കിട്ടി. അതുവരെക്കും മനാഫ് അർജുന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടും. അത് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും. പക്ഷെ നന്ദി എന്ന് പറയുന്നത് ഈ അർജുൻ്റെ വീട്ടുകാർക്ക് ഒട്ടും തന്നെ ഇല്ലാതായിപ്പോയി. ഒരു പണത്തോളം നന്ദി എന്ന് പറയുന്ന സംഭവം ഇല്ലാതായിപ്പോയി. അർജുൻ്റെ പെങ്ങളും അർജുൻ്റെ പെങ്ങളെ ഭർത്താവും വന്നത്, കാറിന് വന്നത് വലിയ മന്ത്രിമാരൊക്കെ വരുന്ന ആൾക്ക് വന്ന് 2-3 മീഡിയക്കാർക്ക് മുഖം കൊടുത്ത് അവരായിട്ട് സംസാരിച്ച് പോയി. പക്ഷെ മനാഫ് എന്ന് പറഞ്ഞൊരു വ്യക്തി അവിടെ നിന്നുകൊണ്ട് കാര്യങ്ങളെല്ലാം ചെയ്ത് തീർക്കുന്നുണ്ടെങ്കിൽ എന്ത് പറഞ്ഞാലും മനാഫിനെ. നിങ്ങളൊന്ന് ആലോചിച്ച് ഇവർ പറയുന്നത്. അർജുന്റെ എന്താ പെങ്ങളും ഭർത്താവും അവിടെ കാറി വന്ന് ഇറങ്ങി. ഇവരെന്ത് വർത്താനം ഇവർ പറയുന്നത്? കാറിലല്ലാതെ പിന്നെ കുതിരപ്പുറത്ത് വന്ന് ഇറങ്ങണോ അവര്? അല്ല ആനപ്പുറത്ത് വരണോ? ഇല്ലെങ്കിൽ അവരെന്താ പട്ടിയുടെ പുറത്ത് കയറി വന്നാലേ നിങ്ങൾക്ക് സമാധാനമാകത്തുള്ളൂ? കാറിൽ വന്നിറങ്ങി 2-3 മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചുള്ളൂ. മനാഫ് എന്ന് പറഞ്ഞ വ്യക്തി അവിടെ തന്നെ നിന്നു. മനാഫിന്റെ കാല് പിടിച്ച് വീട്ടുകാർ പറഞ്ഞോ, മനാഫെ നീ ഇവിടെ തന്നെ നിൽക്ക്, നീ എല്ലാം കൊണ്ട് വന്നാ മതിയെന്ന്? ഇല്ലല്ലോ, അങ്ങനെ ആരും പറഞ്ഞില്ലല്ലോ. അവര് സർക്കാർ വഴിയാണല്ലോ എല്ലാം ചെയ്തത്. ഇത് ഏതാണ്ട് മനാഫിന്റെ കാല് പിടിച്ച് അവർ പറഞ്ഞു. എന്നിട്ട് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് മനാഫിനെ എല്ലാവരും തള്ളി പറഞ്ഞെന്നുള്ള രീതിയിലാണ് ഇവരൊക്കെ വന്നിരുന്ന് പറയുന്നത്. പിന്നെ അവർ കാറിൽ വന്നിറങ്ങിയത്. അവർ പിന്നെ
മനാഫ് കാണിച്ച ചിത്രത്തിൽ അവര് കാണിച്ചില്ല. അവരവിടെ ആ വ്യക്തിയെ കാണാൻ വേണ്ടി, അയാളെ കിട്ടാൻ വേണ്ടിയിട്ടാണ് വന്നത്, അർജുൻ എന്ന് പറഞ്ഞ വ്യക്തിയെ. അല്ലാതെ മാധ്യമങ്ങളുടെ ഫ്രണ്ടിൽ ചെന്ന് കഥ പറയാനല്ല. അവര് തന്നെ ഇപ്പൊ ഈ മാധ്യമങ്ങളുടെ ഫ്രണ്ടിൽ വരാൻ കാരണം അവരുടെ ഗതികേട് കൊണ്ട്, സൈബർ ബുള്ളിങ് കാരണം. ഇല്ലെങ്കിൽ അവർ വരത്തില്ലായിരുന്നു. കുറെ പേര് എന്നോട് ഇന്നലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അവരെന്ത് വൃത്തിയാടാ കാണിക്കുന്നത്, അർജുൻ മരിച്ച് ഇത്രയും ദിവസമേ ആയുള്ളൂ, അവർ മാധ്യമങ്ങളുടെ ഫ്രണ്ടിൽ വന്നിരുന്ന് കഥ പറയുകയാണ്. സത്യമാണ്, ഞാനത് ആദ്യമേ ആലോചിച്ച കാര്യമാണ്, ഇത്രയും ദിവസമേ ആയുള്ളൂ. പക്ഷെ അവരുടെ അവസ്ഥയും കൂടി ഒന്ന് ആലോചിക്കുക. അവർക്ക് പുറത്തിറങ്ങാൻ വയ്യ. അവരോട് ചോദിക്കുന്ന മൊത്തം ഇതാ, മനാഫ് പറഞ്ഞ കാര്യങ്ങൾ. കൊച്ചിനെ പഠിപ്പിച്ച് അനിയന്മാരെ പഠിപ്പിക്കുന്ന അർജുനായിരുന്നോ, അതായിരുന്നോ, ഇതായിരുന്നോ? ഇതൊക്കെ എന്തിനാ തിരക്കാൻ പോകുന്നത്? അർജുന്റെ കടമയായിരിക്കും അവിടെ ചെയ്തത്. അതിന് ഇത്രയും ചൊറി പിടിച്ച എന്റെ പൊന്നെ. എനിക്ക് ഈ ഇവരുടെ വർത്താനം കേട്ടപ്പോഴാ കാറി വന്ന് ഇവരെന്ത് നുണയും കൊതയും പറയുന്ന ടീമായിരിക്കും. കാറി ഇറങ്ങി ബാക്കി. പിന്നെ അർജുൻ മരിച്ചതിന് ശേഷം അർജുൻ്റെ മകനെ കാണാൻ വേണ്ടി, അതുപോലെ തന്നെ അർജുൻ്റെ വീട്ടുകാരെ കാണാൻ വേണ്ടിയിട്ട് കലയിൽ തങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. മകനെ കണ്ട് മകനെ മടിയിൽ വെച്ച് കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു മകനോട്. ആ സമയത്ത് ഏതൊരു ആളും ചെയ്യേണ്ടത് ആ തങ്ങൾ ചെയ്ത് പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ആ കൊച്ചിനെ കയ്യിലേക്ക് വെച്ച് കൊടുത്തു. ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ വീട്ടിലേക്ക് പോയെങ്കിൽ നമ്മളെ കയ്യിൽ എന്തെങ്കിലും കൊണ്ട് കുഞ്ഞു മക്കൾക്ക് കൊടുക്കും. മിഠായിക്ക് പകരം ചിലർ പൈസ ഉണ്ടെങ്കിൽ 100 രൂപ അങ്ങനെയൊക്കെ ഇങ്ങനെ കൊടുക്കും. അപ്പോൾ എടുത്തു കൊടുക്കുന്ന സമയത്ത് 2000 എന്തോ എടുത്തു കൊടുത്ത്. അപ്പം അതുവരെ ഈ പറയുന്ന അർജുൻ്റെ വൈഫ് പറയണത് അതൊക്കെ പബ്ലിസിറ്റിക്ക്, അതൊക്കെ ഒരു നാണക്കേട് ആണെങ്കിൽ ഒരു സർക്കാർ ജോലി എന്തിന് നിങ്ങൾ വാങ്ങിച്ചു? വിവരക്കേടാണെന്ന് എന്തായാലും മനസ്സിലായി ഇരുന്ന് പറയുന്നത്. സർക്കാർ ജോലി എന്തിനു മേടിച്ചെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. അതുപോലെ തന്നെ പബ്ലിസിറ്റിക്ക് വേണ്ടി കലീൽ തങ്ങൾ അവിടെ ചെന്നിട്ട് 2000 രൂപ കൊടുത്തു. നിങ്ങൾ എങ്ങനെ അറിഞ്ഞത് ഈ കലീൽ തങ്ങൾ അവിടെ ചെന്നിട്ട് 2000 രൂപ കൊടുത്തത്? നിങ്ങളെ കലീൽ തങ്ങൾ വിളിച്ചു പറഞ്ഞോ, അല്ലെങ്കിൽ ആ കുഞ്ഞ് വിളിച്ചു പറഞ്ഞോ നിങ്ങളുടെ 2000 രൂപ കലീൽ തങ്ങൾ ഇവിടെ വന്ന് തന്നു? നിങ്ങൾ എങ്ങനെ അറിഞ്ഞത്? മാധ്യമങ്ങൾ വഴി ആയിരിക്കുമല്ലോ, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനലിലെ വീഡിയോ കണ്ടിട്ടായിരിക്കുമല്ലോ. ഇതെന്തിനാ പുറത്ത് ഇയാൾ വന്നതും ഇയാൾ ഈ പൈസ കൊടുത്തതും എന്തിന് നിങ്ങളെപ്പോലുള്ളവർ അറിഞ്ഞു? അതൊരു പബ്ലിസിറ്റി അല്ലേ? ഇല്ലെങ്കിൽ ആരും അറിയാതെ വന്ന് ഇയാളെ വീട്ടുകാരെ കണ്ടിട്ട് ഇയാൾക്ക് പൈസ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുത്തിട്ട് പോകാമായിരുന്നല്ലോ. ഇതേ അവർ ഉദ്ദേശിച്ചുള്ളൂ. അർജുന്റെ വൈഫാണെങ്കിൽ പറഞ്ഞ ഇത്രേ ഉള്ളൂ, വന്ന് കാശ് കൊടുക്കും, എന്നിട്ട് ഇത് പുറത്ത് കാണിക്കുകയും ചെയ്യും. നിങ്ങൾ വരുന്നത് എങ്ങനെയാ പറഞ്ഞത്? നിങ്ങൾ വരെ എന്തിനാ ഇപ്പോഴും വന്നിരുന്ന് പറയുന്നത്? പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ലേ അല്ലേ? ഇല്ലെങ്കിൽ ഇത് പറയേണ്ട കാര്യം എന്താ? പുറത്ത് ഈ സാധനമൊക്കെ അറിയുന്നുണ്ട്, മനസ്സിലായോ ഇത്ത? എന്നിട്ട് ഇവർ ചോദിക്കുന്ന ചോദ്യം ആ വീട്ടുകാർ പബ്ലിസിറ്റിക്ക് വേണ്ടി തന്നെയാ. അത് നിങ്ങളുടെ വായിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട് നമുക്ക്. ഇല്ലെങ്കിൽ നിങ്ങളെങ്ങനെ, എൻ്റെ ഒറ്റ ചോദ്യമുള്ളൂ, ഇല്ലെങ്കിൽ നിങ്ങളെങ്ങനെ അറിഞ്ഞു ഈ 2000 രൂപ കൊടുത്ത കഥ? എല്ലാ മാധ്യമങ്ങൾ വഴി പുറത്ത് കറങ്ങിക്കൊണ്ടിരിക്കുക. ഒരു കൈൻഡ് ഓഫ് പബ്ലിസിറ്റി ആണിത്. ഇച്ചിരി തലയ്ക്കകത്തുള്ളവർക്ക് മനസ്സിലാവാം. അതുപോലെ തന്നെ ആ കാശ് മേടിക്കുന്നതും ഈ ഗവൺമെന്റ് ജോലി മേടിക്കുന്നതും എങ്ങനെ ഇവർ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവരെങ്ങനെ അത് കണക്ട് ചെയ്തത്? ഗവൺമെന്റ് ജോലി ഇവിടുത്തെ സർക്കാർ അവർക്ക് നിത്യച്ചെലവിന് ഇനി മുന്നോട്ട് ജീവിക്കാൻ വേണ്ടിയാണ് കൊടുക്കുന്നത് ഒരു ജോലി. അതൊരു ജോലിയാണ്. അവർ പണിയെടുത്താണ് അതിനകത്തുനിന്ന് കാശ് കിട്ടുന്നത്, അല്ല ചുമ്മാ ഇരുന്നിട്ടല്ല. ചുമ്മാ വീട്ടിൽ ഇരുന്നപ്പോഴത്തേക്ക് ഒരു കലയിൽ തങ്ങൾ വന്ന് കാശ് കൊടുത്തിട്ട് പോകുന്നതാണ് നല്ലത്. കഷ്ടപ്പെട്ട് പണിയെടുക്കണം അതിന്. അത് സർക്കാർ കൊടുത്തതാ, മനസ്സിലായോ? അത് അവർ തട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ അവർ മണ്ടന്മാരെന്നേ പറയാൻ പറ്റത്തില്ല. അവർ മുന്നോട്ട് തന്നെ എങ്ങനെ ജീവിക്കും? ഇങ്ങനെ എല്ലാ മാസം ഇങ്ങനെ നാട്ടുകാർ കണ്ടുന്നില്ലെങ്കിൽ നിങ്ങളുടെ കലയിൽ തങ്ങൾ കൊണ്ട് കൊടുക്കുക കാശ്? അല്ല, എനിക്ക് അറിയാൻ പാടില്ല. നിങ്ങളുടെയൊക്കെ പറച്ചിൽ കേട്ടിട്ട് എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. എങ്ങനെയൊക്കെ മറ്റേ കുത്തിക്കയറ്റുന്ന എങ്ങനെയാ നിങ്ങൾക്ക് മനസ്സിലായി? ഞാൻ വീണ്ടും അത് പറയുന്നില്ല, മനസ്സിലായില്ല. അത്യാവശ്യം ബോധമുള്ളവർക്ക് മനസ്സിലാവും എങ്ങനെയാ അത് കുത്തിക്കയറ്റുന്നത്, മനസ്സിലായല്ലോ. ഇതിപ്പോ ഞാൻ പറയുമ്പോഴത്തേക്ക് വരും, കുറെ എണ്ണം വരും, എനിക്കറിയാം. പട്ടി വില തരത്തുള്ളൂ, അത്രേ ഞാൻ തരത്തുള്ളൂ. മാന്യമായിട്ടുള്ള കമന്റുകൾ ഞാൻ എന്നും സ്വീകരിക്കാറുണ്ട്, പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ. ഇതിപ്പോ എന്നെ തെറി പറയാൻ പോകുന്ന ഈ ഒറ്റ കാര്യത്തിലേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞതിനോട് മനാഫിനെ കുറ്റം പറഞ്ഞില്ലേ, മനാഫിനെ കുറ്റം പറഞ്ഞല്ല. അത് ഇവിടെ നടക്കുന്ന സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന സത്യാവസ്ഥ പറഞ്ഞതാ, മനസ്സിലായില്ലേ? മനാഫ് എന്ന് പറയുന്ന വ്യക്തി ചെയ്തതിനകത്ത് ഒരു തെറ്റ് ഞാൻ ഇപ്പോഴും പറയും. ഈ യൂട്യൂബ് ചാനലിന്റെ ഒരു കേസ് എനിക്കിപ്പോഴും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഓക്കെ, അതും പോട്ടെ. അയാൾ 13 ദിവസം മുന്നേ അയാൾ നിർത്തി, പിന്നെ വീഡിയോ ഇട്ടിട്ടില്ല. പക്ഷെ ഇന്നലെ അയാൾ പറയുന്നത് ഇനി അയാൾ വീഡിയോ ഇടുന്നു. അയാളുടെ ഉദ്ദേശം അത് തന്നെ ആയിരുന്നായിരിക്കും. വീഡിയോ ഇട്ടോട്ടെ, അതെന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ. പക്ഷേ ഇയാളെ പൊക്കിപ്പിടിച്ച് ഇവിടെ കുറെ എണ്ണം ഈ മതപരമായിട്ട് കളിക്കുന്ന ഒരു കളിയുണ്ടല്ലോ, കമന്റ് ബോക്സുകളിൽ കാണുന്ന ഒരു കളി, അതിനെ ഞാൻ പറയുക തന്നെ ചെയ്യും. അതിനകത്ത് എനിക്ക് ഒരു മടിയും തോന്നുന്നില്ല. ഓക്കെ, പിന്നെ ആ വീട്ടിൽ എന്താ നടക്കുന്നതെന്ന് പുറത്തു നിൽക്കുന്നത് നമുക്കറിയത്തില്ല. മനാഫിന്റെ മാധ്യമങ്ങൾ വഴി നമ്മൾ കണ്ടതാ. ആ വീട്ടുകാരെതിരായിട്ട് മാധ്യമങ്ങളിൽ വന്നിരുന്ന് കഥ പറയാൻ നിന്നിട്ടില്ല ഇന്നലെ ഒഴികെ. അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന അവരനുഭവിക്കുന്നത് നമുക്ക് അറിയത്തില്ല. അതും കൂടെ ഈ വാ കീറി അവരെ തെറി പറയാൻ നടക്കുന്നവരൊന്ന് ആലോചിക്കണം.
കുറച്ച് കമന്റുകൾ കിട്ടും. ഈ വീഡിയോ ചിലപ്പം ഇച്ചിരി ലെങ്ത് ആവും, എന്നാലും കുറച്ച് കമന്റ് ഞാൻ പെട്ടെന്നൊന്ന് കാണിച്ചു തരാം. ഇന്നലെ ഒരു പോസ്റ്റർ ഞാൻ കണ്ടതാണ്. എൻ്റെ ലോറിയിൽ ഞാൻ അർജുൻ എന്ന് തന്നെ പേരിടും, ലോറി ഉടമ മനാഫ്. ഓക്കെ, ലോറി ഉടമ എന്ന് തന്നെ അവനെ വിളിക്കേണ്ടത്, വേറെ അതിനടി വന്ന ആദ്യത്തെ കമന്റാ. അവന്റെ മതത്തിന്റെ പേരിൽ അവനെ സപ്പോർട്ട് ചെയ്യുന്നതും മതത്തിന്റെ പേരിൽ അവനെ എതിർക്കുന്നതുമാണ് വലിയ പ്രശ്നം. അവനിലെ മനുഷ്യത്വത്തിന്റെ പേരിൽ അവനെ സപ്പോർട്ട് ചെയ്യൂ. പിന്നെ അർജുന്റെ ഫാമിലി പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് കൂടി അന്വേഷിച്ചിട്ട് മാത്രം അഭിപ്രായം പറയുന്നത് നല്ലതായിരിക്കും. അഥവാ സത്യമാണെങ്കിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു അത്. നുണയാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ പാടില്ലാത്തത് ആണ്. അജിത ജോൺ ഇട്ടിരിക്കുന്ന ഒരു കമന്റ് ആണ്. മതത്തിന്റെ പേരിൽ അവനെ ഇവിടെ ആരും സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ എതിർക്കാനോ പോയിട്ടില്ല. ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ മതത്തിന്റെ പേരിൽ ഈ ഒരു ഫാമിലിയെ, മനസ്സിലായില്ലേ, ഫാമിലിയെ കുറ്റം പറയാൻ വരുന്ന കുറെ ആളുകളെ ഞാൻ കണ്ടു. ഞാൻ അവരുടെ കാര്യം ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് വേണമെങ്കിൽ ഈ കമന്റ് തന്നെ മുക്കായിരുന്നു, ഞാൻ മുക്കുന്നില്ല, ഞാൻ അത് തന്നെ ഇവിടെ കാണിക്കും. എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ എനിക്കത് കാണിക്കണം, പക്ഷെ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മതത്തിന്റെ പേരും പറഞ്ഞ് ഫാമിലിയെ കുറ്റം പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ ഞാൻ ഇവിടെ കണ്ടു. സെപ്പറേറ്റ്, നിങ്ങൾ ആ ഒരു അടുത്ത കമന്റ് നമുക്ക് കാണാം. അളിയന്റെ വാർത്താ സമ്മേളനം കണ്ടപ്പോൾ തോന്നി മനുഷ്യനായിട്ടല്ല സംസാരിക്കുന്നത്, എവിടെയോ എന്തോ സംഖ്യ മനസ്സുള്ളത് പോലെ എന്ന് സംശയപ്പെട്ടു എന്ന് പറഞ്ഞ് ഇയാൾ ഒരു പോസ്റ്ററും അവിടെ ഇട്ടിട്ടുണ്ട്. ആ ഫോട്ടോയിൽ അർജുന്റെ അളിയൻ ഒരു രാഗി കെട്ടിയിട്ടുണ്ട്. ഓക്കെ, അത് മറ്റേ റൗണ്ട് ചെയ്തിട്ട് ഇതിന്റെ പേരിൽ ഒരുപാട് പരിപാടി നടക്കുന്നുണ്ട്. ഒരു രാഗി കെട്ടിയെന്നും പറഞ്ഞ് അവനെ വേറെ ആളാക്കി. മക്കളെ, ഈ ഇങ്ങനെയുള്ള കുറെ സാധനങ്ങൾ കണ്ടുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് മതത്തിന്റെ കേസിലൂടെ പറഞ്ഞത്. ഓക്കെ, അത് ഇച്ചിരി ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. അടുത്തത്, ഈ പേരുകളും കൂടെ ഒക്കെ നിങ്ങൾ നോക്കിക്കോണേ. ഞാൻ അത് വെക്കുന്നുണ്ടല്ലോ, ഞാൻ പേരിവിടെ വിളിച്ച് പോകുന്നില്ല. നന്ദികെട്ട കുടുംബം വെറുത്തുപോയി, ഇഷ്ടം ആ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട അർജുനോട് മാത്രം. ആ അളിയനെയും പെങ്ങളെയും സൂക്ഷിച്ചോ മോളെ. ഓക്കെ, അളിയനെയും പെങ്ങളെയും സൂക്ഷിച്ചോണം. അതായത് സ്നേഹം അർജുനോട് മാത്രം, അർജുന്റെ മോനോടോ അർജുന്റെ ഫാമിലിയോടോ ഒന്നുമില്ല. കാരണം അവര് വന്ന് കഥ പറയാൻ നിന്നിട്ടില്ല, അതുകൊണ്ട് അവരോട് സ്നേഹം വരത്തില്ല. മറ്റേ വലിയ രീതി കഥ പറയുന്നവരോട് മാത്രമേ സ്നേഹം വരത്തുള്ളൂ ചിലപ്പോൾ ഈ ഒരു ഇത്താത്തയ്ക്ക്. ഓക്കെ, വലിയ രീതി പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു, ഞാൻ ഇവിടുന്ന് അർജുന്റെ ബോഡിയും കൊണ്ടേ പോവുള്ളൂ, അമ്മയ്ക്ക് കൊടുത്ത വാക്ക, അമ്മയൊക്കെ ഇന്നലെ വന്നിരുന്ന് പറയുന്ന കേട്ടു. അമ്മയൊക്കെ മെന്റലി ടോർച്ചർ ചെയ്യായിരുന്നു, വിളിച്ച് ലൈവിലൊക്കെ കൊണ്ടുവന്നിട്ടിട്ട്. അവർ അറിഞ്ഞിട്ട് പോലും ഇല്ല. അതൊക്കെ ഇതിന്റെ ഇടയ്ക്കുണ്ട്, ഞാൻ അതിലോട്ടൊന്നും വരുന്നില്ല. അടുത്തത്, അപ്പൊ അളിയൻ ഫേമസ് ആയില്ലേ, അത്രേ അയാളും വിചാരിച്ചിട്ടുള്ളൂ. പിന്നെ ബാക്കി ഈ ഫോട്ടോ പറയും. കണ്ടല്ലോ വീണ്ടും ആ ഫോട്ടോ. തെറ്റായ തീരുമാനം. ഇക്കാന്റെ മോന്റെ പേര് ഇട്ടാൽ മതി, അവർക്ക് ജോലിയും ഇൻഷുറൻസും കിട്ടി, കേരളത്തിലെ ജനങ്ങൾ ദുഃഖിച്ചത് വെറുതെയായി. ഇങ്ങനെയും കുറെ എണ്ണം. അടുത്ത ഒരു പോസ്റ്റർ ഞാൻ കണ്ടതാണ്. മനാഫ് ശിരൂരിൽ അർജുന്റെ ബോഡിക്ക് വേണ്ടി തിരച്ചിൽ നടത്തുമ്പോൾ അർജുന്റെ ഭാര്യ ബാങ്കിലിരുന്ന് ജോലി ചെയ്യുമായിരുന്നു അളിയ. പിന്നെ അർജുന്റെ ഭാര്യ ബാങ്കിലിരുന്ന് ജോലി ചെയ്യാതെ അവിടെ പോയി വെള്ളത്തിൽ ചാടി നോക്കണമായിരുന്നോടാ, എന്തോന്നാടാ പറയുന്നത്? അതിന്റെ താഴെ വന്നൊരു കമന്റാണിത്. ഇതൊന്നും അറിയാതെ അർജുൻ തണുത്തുറച്ചു, ഇപ്പോഴും വെറും ഒരു പിടി ചാരമായി. സത്യത്തിൽ അർജുൻ പോയത് നന്നായി, കാരണം അങ്ങനെയെങ്കിലും എല്ലാവരുടെയും തനി സ്വഭാവം അറിയാൻ പറ്റി. കഷ്ടം, എന്തൊരു കഷ്ടമാണോ താനൊക്കെ. അടുത്ത ഫർഷാദ്, ഈ നാറിയ വർഗത്തിന്റെ ഇടയിൽ നിന്നും നേരത്തെ പോയ അർജുൻ, നീ എത്ര ഭാഗ്യവാൻ. എടോ, എന്തൊക്കെയാണോ ഈ വിളിച്ചു പോകുന്നത് നിങ്ങൾ കണ്ടോ? നിങ്ങൾ കമന്റ് ബോക്സുകൾ പോയി നോക്കി. ഞാൻ ഇത്രേ വെക്കുന്നുള്ളൂ, എനിക്ക് കൂടുതലൊന്നും കാണിക്കാൻ വയ്യ. പോയി നോക്കിയാൽ മതി. അതിനകത്ത് ഞാൻ വീണ്ടും ഇവിടെ പറയുകയാണ്, ലാസ്റ്റ് അത് പറഞ്ഞു തന്നെയാണ് ഇതിന്റെ പേര് വരുന്നത്, ഞാൻ നോക്കിക്കോളാം. പ്രത്യേകം ഒരു കാറ്റഗറി ആൾക്കാർ, ഞാൻ ഒരു മതത്തെ ഇവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ, പക്ഷെ ഒരു പ്രത്യേകം ഒരു കാറ്റഗറിയിലെ ആളുകൾ വന്ന് നല്ല രീതിയിൽ ഇതിനകത്ത് ഇടപെട്ട് വൃത്തികേടാക്കുന്നുണ്ട്. ആ കുടുംബത്തിനെ പിടിച്ച് എങ്ങനെ പറ്റുന്നു നിനക്കൊക്കെ? ഞാനതാ ചോദിക്കുന്നത്. ഇത്ര നാളും അർജുനെ കിട്ടണം, അർജുന് വേണ്ടി കേരളം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതിനകത്തൊക്കെ ഉള്ളവരല്ലേ നീയൊക്കെ. ആ നിനക്കൊക്കെ എങ്ങനെ ആ കുടുംബത്തിനോട് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അറ്റ്ലീസ്റ്റ് അവരുടെ വികാരം, അവരത് അവർ പുറത്ത് കാണിച്ചു. ഇത്രയും ദിവസം അവരോട് ആൾക്കാർ ചോദിച്ചതെല്ലാം അവരുടെ കയ്യിൽ നിന്ന് ഒരു നിമിഷം പോയി മാധ്യമങ്ങളോട് സംസാരിച്ചു. അങ്ങനെ പോലും എടുക്കാൻ നിനക്കൊന്നും പറ്റുന്നില്ലെങ്കിൽ നീയൊക്കെ എന്ത് മനുഷ്യന്? നീയൊക്കെ ഈ കാണിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരുന്ന് വേറെ രീതി കൂടെ അങ്ങ് തന്നത്. മനസ്സിലായില്ലേ? ഇത്രേ ഉള്ളൂ, എനിക്ക് ഇത്ര പറയാനുള്ളൂ. ബാക്കി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. തെറി പറയാൻ വരുന്നതിന് മുന്നേ ഒരു 2 മിനിറ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്. ഓക്കെ.